ഭാവി ജീവിതം സുരക്ഷിതമായെന്നും ദൃഢമായി തന്നെ വിശ്വസിച്ചു. സംഭവം 2 ഏക്കർ തെങ്ങും പറമ്പും നന്നായി സ്റ്റൈലാക്കാൻ കഴിയുന്ന പഴയ വീടുമുണ്ട്. തേങ്ങ വിറ്റ് എല്ലാ ജീവിതാവശ്യങ്ങളും നേടാം. കുറേ മാവുകളും 2 വലിയ പ്ലാവുമുണ്ട്. വീട്ടാവശ്യത്തിനുള്ള ചെറുത് പറമ്പിൽ നിന്ന് കിട്ടും. പുരാതനമായൊരു കിണറുമുണ്ട്. നല്ല വെള്ളം, സുലഭം. ആകെ കൂടി ജീവിതം പരമസുഖമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബേപ്പൂരിലെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൂടാരത്തിൽ നുഴഞ്ഞു കയറിയ മൂഷിക ശിരോമണികൾ. ഇന്നു മുതൽ വീട്ടിൽ കയറി വരുന്ന അരണ, ഓന്ത്, പാറ്റ എല്ലാത്തിന്റെയും സർവനാശമാണ്. സർവചരാചരങ്ങളുടെയും സൃഷ്ടാവും ഈശ്വരൻ കർത്താവും അല്ല സൃഷ്ടിച്ച ജീവികളെ നീ കൊന്നൊതുക്കുകയാണോ? ഒരു കാര്യം അറിയോ, എലിവിഷം വാങ്ങി കൊണ്ടുവരുന്ന നാളെ തന്നെ എലികളെ എല്ലാം ഞാൻ കൊല്ലും. കണ്ട ജീവികൾക്കൊക്കെ നീ കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കുന്നു. അല്ലെങ്കിൽ അവരെന്ത് ഭക്ഷിക്കും? അവരാണ് യഥാർത്ഥത്തിൽ ഭൂമിയുടെ അവകാശികൾ. പവനെ പോലുള്ളവർ വല്ല ഗുഹയിലും കല്യാണമൊന്നും കഴിക്കാതെ തുണിയൊന്നുമില്ലാതെ സന്യസിക്കായിരുന്നു നല്ലത്. തിന്നാനും കുടിക്കാനും പുറം മാറ്റി തരാനും നീ ഉണ്ടെങ്കിൽ ഏത് ഗുഹയിലും ഘോരഘോരമായി ഞാൻ തപസ് ചെയ്യും. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, എലിയെ കൊല്ലാനുള്ള എലിവിഷം വാങ്ങിയിട്ടുണ്ട്. എലികളായ എലികളെ സൃഷ്ടിച്ച ദൈവങ്ങളെ ഓർത്തു തരണം. നിന്റെ ഈ അഭിപ്രായത്തോട് കൂട്ടിച്ചേരുന്നവരെല്ലാം ഒരു 500 കൊല്ലത്തിനകം ഭൂമിയിലെ സർവ്വജീവികളെയും കൊന്നിടും. എന്നിട്ട് ഭൂമിയിൽ മനുഷ്യർ മാത്രം അവശേഷിക്കും. എന്നിട്ട് ഒന്നടങ്കം അത് സാരില്ല അന്നല്ലേ? ഒയ്യോ, ഹിംസ, കൊല. ഹിംസയല്ല, ഹംസ. കൊലയല്ല, തോക്ക്. ഇവിടെ എന്താ പറയുമെന്ന് പറഞ്ഞു? കശ്മലേ, നീ എന്നെ കൊല്ലാൻ ആളെ വരുത്തിയോ? എന്നെ വിളിച്ചായിരുന്നോ? ആ, നിങ്ങളോ? ഇവര് നിങ്ങളെ കൊല്ലാൻ വന്നതല്ല, വേറെ ചിലരെ കൊല്ലാൻ വന്നതാ. അതാരാ? ഒന്ന് നിൽക്കണേ. ആഹാ, തേങ്ങ. കരിക്കുകളല്ല. ഇത് ഈ പരുവത്തിലാക്കിയത് ആരാണെന്നറിയാമോ? നിങ്ങളെ പോലെ താഴേക്ക് നോക്കി ജീവിക്കുന്ന എലികൾ ചെയ്ത പണിയാണിത്. അത്രയല്ലോ, അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കണ്ടേ? ദിവസത്തിൽ 30 എണ്ണം വെച്ച് മാസത്തിൽ എത്ര എണ്ണം? അത് 900 വരും. അത്രയും തേങ്ങയാണ് നശിക്കുന്നത്. ഇങ്ങനെ പോയാൽ നമ്മൾ പട്ടിണിക്കാവും. തോക്ക് പാപത്തിന്റെ പ്രതിരൂപമാണ്. മനുഷ്യൻ തോക്ക് കണ്ടുപിടിച്ചത് തന്നെ വലിയ തെറ്റായിരുന്നു. പാപത്തിന്റെ സന്താനമാകുന്നു തോക്ക്. എന്തായാലും നിങ്ങൾ പോയി നിങ്ങളുടെ പണികൾ നോക്കിക്കോളൂ. വാവലുകളെ മാപ്പ്. എനിക്ക് നിങ്ങളുടെ രക്തത്തിൽ ഒരു പങ്കുമില്ല. ഞാൻ നിരപരാധി. മൈക്ക് വേണ്ട, പറയൂ. മൈക്ക് വേണ്ട, മൈക്ക് കൊടുക്കണ്ട. ഉറക്കെ പറഞ്ഞാൽ മതി. ഞാൻ നിരപരാധിയാണ്. വാക്കുകളെ രക്ഷപ്പെടുത്തിക്കോളൂ. ഉറക്കെ പറഞ്ഞു. അയ്യോ, എന്റെ കോഴികൾ! ഇവരെല്ലാം എങ്ങനെയാണ് ചത്തത്? അയ്യോ, ഞങ്ങളുടെ പൂർവികരുടെ ആത്മാക്കൾ അഭാവം വാവലുകളിലുള്ളത്. അവരെ കൊല്ലാൻ ശ്രമിച്ചാൽ ഇതാ ഗതി. വിഷം തിന്നാൽ കോഴി ചാവുന്നതെങ്ങനെ? ആ വാവലുകൾ പൂർവികരുടെ ആത്മാക്കൾ. ആശയം നല്ലതാണ്, മറക്കരുത്.
ബാരലുകൾ ആരുടെയും പൂർവികരുടെ ആത്മാക്കളല്ല, ദൈവം തമ്പുരാന്റെ സൃഷ്ടിയിലെ പറക്കുന്ന ജീവികളാണ്. കരുത്തുകൾ നശിക്കട്ടെ, സാരമില്ല. എലികൾ വേണ്ടതെല്ലാം ഭക്ഷിക്കട്ടെ, സാരമില്ല. ബാക്കി കിട്ടുന്നത് മതി. ദൈവ സൃഷ്ടിയിലെ തെങ്ങുകളിലെ കരിക്കുകളിൽ ബാവലുകൾക്ക് അവകാശമുണ്ട്, അതിപുരാതനമായ അവകാശം. ജീവികളായ സർവ്വജീവികളും അവരുടേതായ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കട്ടെ. മംഗളം, മംഗളം. എല്ലാവരും ഉണ്ടല്ലോ. അല്ല, ആരെങ്കിലും എന്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുത്തിനാ? എന്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുക്കണമെന്നോ? അതിവിടെ എല്ലാ പുസ്തകങ്ങളും കടലാസും എല്ലാവിധ തണ്ടിപ്പണ്ടാരങ്ങളും തിന്നുന്നുണ്ട്. ഇനി ഞാൻ അതിന് കഞ്ഞിവെള്ളം കൊടുക്കണല്ലേ? എനിക്ക് ഈ പൊരയിൽ അത്യാവശ്യം പണിയുണ്ട്. അപ്പൊ ആട്, നീ എന്റെ ആടിനെ കുറ്റം പറയണല്ലേ? എന്റെ ആടൊന്നും
അദ്ദേഹത്തിന്റെ ചെറിയ ഒരു കഥയായി നമ്മൾ കേൾക്കുന്ന ഭൂമിയുടെ അവകാശികൾ. അതിൽ നിന്നും കുറച്ചു ഭാഗങ്ങളാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. കാലത്തിന്റെ അന്തമില്ലാത്ത പോക്കിൽ ഒരു നാൾ സൂര്യൻ എന്നേക്കുമായി അണഞ്ഞു പോകും. ഭൂഗോളങ്ങളെല്ലാം മരിച്ചിട്ടുണ്ടാകും. ഗോളങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് പൊടിയായി പണ്ടത്തെ കോസ്മിക് ഡസ്റ്റ്. നീ എത്തിയോ? നിനക്ക് ഉച്ചയ്ക്കുള്ള ആഹാരം, നിനക്ക് സമയത്തിനെ കുറിച്ച് എന്തൊരറിവ്? ഉച്ചയ്ക്കത്തെ ആഹാരത്തിനുള്ള സമയമായി. നല്ല വിശപ്പ്, വയറ് കാളുന്നു. നീ അവിടെ അടഞ്ഞ് ഉച്ചാഹാരം ഇപ്പൊ കൊണ്ടുവരും. ആദ്യം ദൈവം സൃഷ്ടിച്ചത് ഇരുട്ടിനെ ആയിരിക്കും, പിന്നെ വെളിച്ചത്തിനെ. ചൂടും വെളിച്ചമാണല്ലോ എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യം. പല്ലികൾ, പാറ്റകൾ, ചിതലുകൾ എല്ലാം ഭൂമിയുടെ അവകാശികളാണ്. പഠിച്ചോനെ പൈത്ത ചക്ക മുയ്യോനെ അണ്ണാനും കാക്കയും വാവലൊക്കെ തിന്നാണല്ലോ. ഒരു മരം നട്ട് വളർത്തിയ ഒരു പഴം പോലും തിന്നാൻ കിട്ടൂല. എല്ലാം നശിച്ച സാധനങ്ങൾ തിന്നു തീർക്കും. അതെ, നിങ്ങളത് കണ്ടോ? ആ വരിക്കപ്ലാവിലെ പൂത്തിക്കണ ചക്ക ആ എലികളും എല്ലാതും തിന്നു തീർക്കുക. ഞാൻ എല്ലാം കാണുന്നുണ്ട്. ഒരു താങ്ങുമില്ലാതെ ഗോളങ്ങൾ നിലനിർത്തിയിരിക്കുന്ന ദൈവം തമ്പുരാൻ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല, ഞാൻ പോകുന്നു. എന്റെ കാലും എന്തോ കുത്തി. എടിയേ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ മനുഷ്യ? എന്റെ കാലും എന്തോ കുത്തി. അഴിഞ്ഞു പോണ പഴുതാരി ഞങ്ങളെ കുത്തിയത്. അതിനിപ്പൊ തന്നെ കൊന്നു കളയണം. അതിന്റെ ആവശ്യമൊന്നുമില്ല, അതിനെടുത്ത് പുറത്തേക്ക് കളഞ്ഞാൽ മതി. പറ്റില്ല, അതിനിപ്പൊ തന്നെ കൊന്നു കളഞ്ഞേക്കണം. ഈ മനുഷ്യരെ ഉപദ്രവിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും കൊന്നു കളയണം. നിന്നെപ്പോലുള്ളവരുടെ പ്രവൃത്തികൾ ഞാൻ കാണുന്നുണ്ട്. 500 കൊല്ലത്തിനകത്ത് ഈ മനുഷ്യൻ പാറ്റകളെയും ജീവജാലങ്ങളെ എല്ലാതും കൊന്നുകളയും. പിന്നെ മരങ്ങളും ചെടികളും നശിപ്പിച്ചു കളയും. അതിനുശേഷം മനുഷ്യൻ ഒന്നടക്കം ചാവും. ഭൂമിയുടെ അവകാശികളാണ് എല്ലാ ജീവജാലങ്ങളും. അധികാരം സ്ഥാപിക്കാൻ അവരെ കൊന്നൊടുത്തതിന്റെ ആവശ്യമില്ല. നന്ദി, നമസ്കാരം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് ഇന്ന്. അദ്ദേഹത്തിന്റെ പ്രശസ്ത നോവലായ പാത്തുമ്മാനത് ആട് എന്ന നോവലിലെ ചില ഭാഗങ്ങൾ. എന്ത് ശക്തിയാണ് ഈ ആടിന്! എന്നെ കൊണ്ട് ഇതിനെ പിടിച്ചോക്കിട്ടൊന്നും കിട്ടണില്ല. ഇതൊരൊന്നൊന്നര ആട് തന്നെ. എന്ത് ശക്തിയാണ് ഇതിന്! നീ എന്താ കരുതിയത്? എന്നെക്കാൾ ശക്തി നിനക്കുണ്ടെന്നു? എന്നെക്കാൾ ശക്തി എനിക്കുണ്ട്. അയ്യോ സുബൈദെ, റഷീദെ, വേഗം വാ, ഈ ആട് പിടിവിടുന്നില്ല. വിടടാടെ ട്രൗസറിന് ഉള്ളടത്തിപ്പാറോ ഉള്ളടത്തിപ്പാറോ. വാടാടെ പകുതി മുഴുവൻ ഇയാൾ വെള്ളം വെച്ച് ഇങ്ങനെയാണ് ആട് ട്രൗസർ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ വെള്ളം കൊടുത്താൽ മാത്രം തീർക്കോ. ആടിന് മുന്നിൽ പോയിട്ടില്ല. തിന്നാൻ പറഞ്ഞു. ആട് ട്രൗസറും ഇടിച്ചു തിന്നു. കരച്ചിൽ നിർത്തണം. ഇത് ആരും പാപ്പയോട് പറയില്ല. അത് ഞാൻ ഏറ്റു. ലൈല, സുബൈദെ, സൈദ് മുഹമ്മദ്, ബാത്തുക്കുട്ടി, ഇങ്ങോട്ട് വാ. ഇതാരോടും പറയരുത് കേട്ടോ. ആരെങ്കിലും ഇനി
ഉള്ളാർത്തി പാറു എന്ന് വിളിക്കുന്ന ഞാൻ കേട്ടാൽ നല്ല അടി വെച്ചേരും കേട്ടോ. ലൈല, സുബൈദ്, പാത്തുകുട്ടി, സൈദ് മുതലേ നമുക്ക് കുളിക്കാൻ പോകാം. വാ മുത്തപ്പ, മുത്തപ്പ, നമുക്ക് വേഗം കുളിക്കാൻ പോകാം. മുത്തപ്പ, മുത്തപ്പ, ഞങ്ങളെയും കൊണ്ടുപോകുമോ? നിങ്ങളല്ലേ ബാപ്പയുടെ കൂടെ കുളിക്കാൻ പോകാത്തത് എന്തുകൊണ്ടാ? ബാപ്പ ഞങ്ങളെ കൊണ്ടുപോയില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. ലൈലയുടെ ട്രീറ്റ്മെന്റ് വാ, നമുക്ക് എല്ലാവർക്കും കൂടി കുളിക്കാൻ പോകാം.